ഹായ് ഗൈസ്, അടുത്തായിട്ട് വരാൻ പോകുന്ന മാജിക് ക്യൂബ് സ്റ്റോർ ബണ്ടിൽസ് നിങ്ങൾ കണ്ടോ? ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ ബണ്ടിൽസും അടുത്തായിട്ട് വരാൻ പോകുന്ന മാജിക് ക്യൂബ് സ്റ്റോർ ബണ്ടിൽസിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എന്നാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഗൈസ്, ഇത് കൂടാതെ ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഗെയിമിനകത്തോട് വരുന്നുണ്ട്. ഇത് വരുന്ന സമയത്ത് കുറേയധികം ഫ്രീ റിവാർഡ്സ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. സമ്മർ ഇവന്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. സോ സമ്മർ ഇവന്റിനെ ബേസ് ചെയ്തിട്ട് കുറേ ഫ്രീ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പുതിയ ഇവന്റ്സിന്റെ കൺഫേം ഡേറ്റ് നമ്മൾ നോക്കുന്നതാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മച്ചാന്മാരെ അപ്പോൾ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ച് നമ്മുടെ ഫാമിലിയും ജോയിൻ ചെയ്യുക. സോ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക്. ഗെയിമിന് അതോട് പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഇവൻ്റാണ് ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി സിക്ക് അത് മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ഗെയിം. ഓക്കെ, സോ ഇത് ബേസിക്കലി ഒരു ഗെയിമാണ്. ഇതിൻ്റെ ഒരു ഇവൻ്റാണ് ഗെയിമിനകത്തോട് വരാൻ പോകുന്നത്. സോ ഇത് ബേസിക്കലി ഒരു വെബ് ഇവൻ്റ് ആയിട്ടാണ് ഗെയിമിനകത്തോട് വരാൻ പോകുന്നത്. ബട്ട് ഗെയ്സ് വേറെ ലെവൽ റിവാർഡ്സ് ആണ്. ഗെയ്സ്, നിങ്ങൾ പി സിയിലാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അല്ലെങ്കിൽ ഗെയ്സ് ഇപ്പോൾ നിങ്ങളുടെ ക്ലൗഡ് ഗെയിംസുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യേണ്ടി വരും. സോ സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് ഇപ്പം കുറേ അധികം ഫ്രീ റിവാർഡ്സുമായിട്ടാണ് നടക്കുന്നത്. ഗെയ്സ് ഇപ്പം നിങ്ങളുടെ പി സിക്ക് അത് ഗെയ്സ് ഇപ്പം സ്റ്റീം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗെയ്സും നിങ്ങൾക്ക് അതുവരെയായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. അതായത് ഈ ഒരു ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കേണ്ടത്. സോ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഗെയ്സ് ഇപ്പം ആ ഒരു സ്റ്റീം അക്കൗണ്ടും നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ടും ഗെയ്സ് ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും. സോ ബൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും ഫ്രീ റിവാർഡ്സ് കിട്ടുന്നതാണ്. അത് ഗെയ്സും താണ്ടി ഈ ഒരു മിനി യൂസ് നമുക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഗെയ്സ് ഇപ്പം ഒരു ഡുവോ ഇമോട്ട് കിട്ടുന്നുണ്ട്, ഗ്ലൂ വാൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് മെയിനുള്ള റിവാർഡ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ ബൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മളിവിടെ നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ടും സ്റ്റീം അക്കൗണ്ടും ഇവിടെ ബൈൻഡ് ചെയ്താൽ മാത്രം മതി. സോ ഗെയ്സ് ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഗെയ്സ് നമുക്ക് ഈ റിവാർഡ്സും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ ഫോണിനകത്താണ് കളിക്കുന്നതെന്ന് എന്തെങ്കിലും ഗെയ്സ് നമ്മുടെ ക്ലൗഡ് ഗെയിംസുമായിട്ട് ഗെയ്സും നിങ്ങൾ ഇത് ബൈൻഡ് ചെയ്യേണ്ടി വരും. സോ ഇത്രയൊക്കെയുള്ള സംഭവം എന്ന് വെച്ചാൽ വേറെ ലെവൽ ഗെയിമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും നമ്മുടെ ഗെയിമിനകത്തോട്ട് ഒരു ഇവൻ്റായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. സോ മാപ്പിനകത്തും ഗെയ്സ് ഇപ്പം ഈ ഒരു സംഭവം, അതായത് കുറേയധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട് വരുന്നതാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ കുറേ ഫ്രീ റിവാർഡ്സ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. മിനി യൂസ് ചെയ്യും ഞാൻ ഓൾറെഡി തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ കുറേയധികം ഫ്രീ റിവാർഡ്സ് ആണ് ഗെയ്സ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ഗെയ്സ് കാണിച്ചു തരാം. ഗെയിമിനകത്തോട്ട് ഇതൊരു സ്പെഷ്യൽ മോഡായിട്ടായിരിക്കും വരുന്നത്. അതായത് ഗെയ്സ് നമ്മുടെ ഗെയിമിനകത്തെ ക്യാരക്ടേഴ്സിന് ഗെയ്സ് മുടി കൊട്ടി കൊടുക്കുന്ന രീതിയിലത്തെ ഒരു സംഭവമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഗെയ്സ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഗെയ്സ് ഇത് വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ നമ്മുടെ ഗെയിമിനകത്തും ഗെയ്സ് ആ ഒരു ഗെയിമിൻ്റെ, അതായത് ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ആ ഒരു മോഡും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. സോ അതുകൂടാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് താണ്ടി ഒരു ഹെയർ കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഒരു ബാറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു മുടിയൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്ന ഒരു സംഭവം. ഓക്കെ, അങ്ങനത്തെ ഒരു ബാറ്റ് കിട്ടുന്നുണ്ട്. സോ ഇത് കൂടാതെ തന്നെ ബാനർ, അവതാർ എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഗെയിമിനകത്തോട് വരാൻ പോകുന്നത്. ആ ഒരു ഗെയിം ഉൾപ്പെടെ ഗെയിമിനകത്തോട് വരുന്നതാണ്. അതായത് അതിൻ്റെ ഒരു സ്പെഷ്യൽ മോഡ് വരുന്നതാണ്. നമ്മൾ ഗെയിമിനകത്തോട്ട് ഈ ഒരു ഏഞ്ചലിക് റിംഗ് ഇവന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇന്ന് വരുമെന്ന്. നോക്കി ഇന്ന് എന്തായാലും ഗെയിമിനകത്തോട്ട് ഇത് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 6-ാം തീയതി ഗെയിമിനകത്തോട്ട് താണ്ടി ഈ ഒരു ഏഞ്ചലിക് റിംഗ് ഇവന്റ് വരുന്നതാണ്. സോ ഈ ഒരു റോയാൽ ഒരു തന്നെ ഇപ്പം നമുക്ക് ആ ഒരു ഷർട്ടും കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ടാവും. 6-ാം തീയതി ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. അത് മാത്രമല്ല ഇപ്പം നമ്മുടെ ഇന്ത്യൻ സെർവറിനകത്തോട്ട് ഇപ്പം ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസണിന് മാത്രമേ ഈ ഒരു ടൂർണമെന്റിലോട്ട് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഗെയിമിനകത്ത് കാണുവാണെങ്കിൽ കുറേ ക്രൈറ്റീരിയ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റില്ലേ ഇപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ാം തീയതി ഗെയിമിനകത്തോട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ഇമോട്ട് വരുന്നതാണ്. നമ്മുടെ ഏഞ്ചലിക് സ്പെഷ്യൽ ആയുള്ള ഒരു സംഭവമാണിത്. അതുകൂടാതെ തന്നെ ഈ ഒരു മാസം 9-ാം തീയതി ഗെയിമിനകത്തോട് ഇപ്പം ഏഞ്ചലിക്കിൻ്റെ ഗ്ലൂ ആളും വരുന്നതാണ്. സീ മോൺസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിലല്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മർ ഇവന്റിനെ ബേസ് ചെയ്ത് ഗെയിമിനകത്തോട് വരുന്നുണ്ട്. നൈസുള്ളൊരു ബണ്ടിലാണ്. അത്യാവശ്യം ഒരു മോൺസ്റ്റർ ടൈപ്പ് ഒരു ബണ്ടിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നൈസുള്ളൊരു ബണ്ടിലാണ്. എനിക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് ഉടനെ തന്നെ ഇപ്പം നമുക്ക് അടുത്തൊരു മാസം തന്നെ ഗെയിമിനകത്തോട്ട് ഇത് വരാൻ പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. സോ സീ കെൽപ്പ് എന്നാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേര്. നോക്കി ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ കുറേ നാളായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു സമ്മർ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട്ട് വന്നിട്ട്. എന്തായാലും ഇത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിൻ വരുന്നുണ്ട്. നൈസുള്ള സർഫ് ബോർഡിൻ്റെ സ്കിന്നാണ്. പ്രത്യേകിച്ച് ആനിമേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഇതുകൂടാതെ തന്നെ ഒരു ഗ്രനേഡിൻ്റെ സ്കിൻ വരുന്നുണ്ട്. നല്ലൊരു എക്സ്പ്ലോഷൻ എഫക്റ്റ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതും വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സോ ഇതുകൂടാതെ തന്നെ വേറെ ഒരു ലൂട്ട് ബോക്സും ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ഇത്രയും ഐറ്റംസ് ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, നൈസുള്ള സംഭവമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, ഇനി 1-2 ആഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ഗോൾഡ് റോയൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഗോൾഡ് റോയൽ പുതിയൊരു ഗോൾഡ് റോയലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, വേറെ ലെവലൊരു ഗോൾഡ് റോയലാണ് വരാൻ പോകുന്നത്. സോ ഇത് കഴിയുമ്പോഴത്തേനും ഗെയിമിനകത്തോട് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ താണ്ട് ഈ ഒരു ഗോൾഡ് റോയൽ ആയിരിക്കും.
വേറെ ലെവൽ തന്നെയാണ് ഗേസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും മോണോ എൻജിമ ബണ്ടിലാണ് വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷനും ഉണ്ട്, അതും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചാൻസ് ഏതാണെന്ന് പറഞ്ഞുതരാം. സോ ഇപ്പോൾ നമുക്കൊരു മെയിൽ ബണ്ടിൽ ആയതുകൊണ്ട് തന്നെ അടുത്തായിട്ട് ഒരു ഫീമെയിൽ ബണ്ടിൽ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗീസുമ്പം ഒരു മോണോ എജിമ ബണ്ടിലായിരിക്കും വരാൻ പോകുന്നത്. സോ പിന്നെ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഹെയർ ട്രോക്കർ ബണ്ടിലാണ്, അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോ എജിമയുടെ ഒരു മെയിൽ ബണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കുക. വേറെ പല സെവനകത്തോടും മോണോ എജിമയുടെ കുറേയധികം ഫ്രീ ഐറ്റംസും കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പരാങ്ങിൻ്റെ സ്കിന്നും ഈ ഒരു സർബോർഡിൻ്റെ സ്കിന്നും അങ്ങനെ പല ഐറ്റംസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട്ട് അത് കൊടുക്കുന്നില്ല. അതുകൂടാതെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഈ റിമോട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട് വരുന്ന സമയത്ത് ഈ ഒരു മോണോ എജിമയുടെ ഈ ഒരു മെയിൽ ബണ്ടിലായിരിക്കും അടുത്ത ഗോൾഡ് റോഡിൽ വിട്ട് തന്നെ വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമായിരിക്കും അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു മാജിക് ക്യൂബ് ബണ്ടിൽ ഏതാണെന്ന്. സോ ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നമുക്ക് അടുത്തൊരു മാസമായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ട് മാജിക് ക്യൂബ് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ആ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയും വരുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇതിനകത്തുള്ളത്. സോ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഒരു മാജിക് ക്യൂബ് സ്റ്റോർ വരുന്നുണ്ട്. സോ ഏതൊക്കെ ബണ്ടിൽസ് ആണെന്ന് പറഞ്ഞുതരാം. അതിനുകൂട്ട് ഒരു കാര്യം പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാജിക് ക്യൂബ് ഫ്രാഗ്മെൻ്റ് ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് അടുത്തൊരു മാസം തന്നെ നമുക്ക് മാജിക് ക്യൂബ് ഫ്രാഗ്മെൻ്റ് ആയിട്ട് കുറേ മിഷൻസ് വരുന്നതാണ്. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാജിക് ക്യൂബ് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടുന്നതാണ്. 100 എണ്ണമാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഫുൾ മാജിക് ക്യൂബോട് കൂടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇപ്പം ഇത് കൂടാതെ തന്നെ നമുക്ക് വരാൻ പോകുന്ന മാജിക് ക്യൂബ് ബണ്ടിൽസ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയൊക്കെ ബണ്ടിൽസ് ആണ് വരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന തീമാണ് ട്രഷർ ഹണ്ട് എന്നുള്ളത്. ട്രഷർ ഹണ്ടിൻ്റെ തീമിലാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റംസാൻ ഇവൻറ്റിലെ ഒരു തീമിലാണ് വരാൻ പോകുന്നത്. ആദ്യമേ നിങ്ങൾ സ്ക്രീനിൽ കണ്ട ആ ഒരു ബണ്ടിലാണ്, അതായത് ടിംബേർഡ് ബണ്ടിലും മാത്രമല്ല ജോക്കർ ബണ്ടിലുമാണ് പുതിയതായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇപ്പം ഈ ഒരു മാജിക് ക്യൂബ് സ്റ്റോറിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോളി ഇവൻറ്റ് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരെ ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ഓൾ, പീസ് ഔട്ട്.